ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഈ നേരത്തെ ഒരുങ്ങി കിട്ടി പോകുന്നത് എങ്ങോട്ടാണല്ലേ? ഈ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഡ്രാഗൺ റോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ സംബന്ധിച്ച് സൺസെറ്റ് കാണുക എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള പ്രത്യേക കാരണം സൂര്യൻ അങ്ങനെ കത്തി ജ്വലിച്ച് വെളിച്ചം തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോശമല്ലേ. ഒരു സൺകിസ്റ്റ് ഫോട്ടോ എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു, ഒരു സൺകിസ്റ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. പോകുന്ന വഴിയിൽ എന്തൊക്കെയോ ബ്ലാ പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദേ ഏകദേശം അവിടേക്ക് എത്താനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ദേ ആ വിട്ട് നിന്ന് കാണുന്നതാണ് നമ്മുടെ ഡ്രാഗൺ റോക്ക് കേട്ടോ. അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നത്. ഞങ്ങളിത് ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത ശേഷം വേണം നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം പോവാൻ, കാരണം അതേ ഈ നിലമൊക്കെ ഇങ്ങനെയാണല്ലോ, അപ്പോൾ വീണ പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ശ്രദ്ധിച്ച് വേണം പോകാൻ. കനിമോള് പിന്നെ കൈയൊന്നും പിടിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് യാതൊരുവിധ മാർഗവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഈ ഡ്രാഗൺ റോക്കിൻ്റെ അടുത്തേക്ക് ഏകദേശം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇതിൽ പരം മനോഹരമായിട്ടൊരു കാഴ്ച എനിക്ക് ഈ ഒരു വീക്കെൻഡിൽ നിങ്ങളെ കാണിക്കാനുണ്ടാവില്ല കേട്ടോ. ഉണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ അപ്പുറത്തേക്ക് എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഇതായിരുന്നു ഡ്രാഗൺ റോക്കിന് ചുറ്റുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സംഭവം വേറൊന്നുമല്ല, ഭയങ്കര സ്ലോപ്പാണ്, നമ്മളിങ്ങനെ നിരങ്ങി താഴെ എത്തിപ്പോവും. അത് കാരണം മുഴുവനായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കനിമോളും കൂടെ ഉള്ളതല്ലേ, അപ്പോൾ കനിമോൾ അത്രയും ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ മാത്രമേ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കിട്ടുന്ന ഗ്യാപ്പിലൂടെ ഞാനും കനിമോളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ ചുമ്മാ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇത്രയും നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണമല്ലോ അല്ലേ. അങ്ങനെ കനിമോളുടെ വക കേട്ടോ. ഞാൻ പോകുന്നത് മാത്രമല്ല, കനിമോള് പോകുന്നതും കാണാം. അതിൻ്റെ ഇടയിൽ ഈ രണ്ട് ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരും ഈ പറഞ്ഞ പോലെ ഈ വ്യൂ കാണാനൊക്കെ വന്നതായിരിക്കണം. ഞങ്ങളെ കൂടെ തന്നെ പോകുന്നവരെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരുടെ അടുത്തേക്കും വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ നിങ്ങളിനി കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ സൈഷയുടെ മോള് ആ ഒരു കാഴ്ച കാണാൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സൈഷയുടെ പറയുന്നത് നേരെ നിരങ്ങി താഴെ എത്തി പോകണ്ടെന്ന് പറയുന്നു കേട്ടോ എൻ്റെ അടുത്ത്, ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഇതാണ് ആ മനോഹരമായിട്ടുള്ള കാഴ്ച. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, എനിക്കൊന്നും പറയാനില്ല. എന്താ പറയുക, ഇതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നതിൽ പരം വേറൊന്നും എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സും ഈ ഒരു സൺസെറ്റും തമ്മിൽ എന്ത് അടിപൊളിയായിട്ട് സ്യൂട്ട് ചെയ്ത് പോകുന്നില്ലേ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അറിയുന്നില്ലേ. അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. കനിമോളെ ഈ റോക്കിൻ്റെ മുകളിലൊക്കെ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു നല്ല തണുത്ത കാറ്റുമുണ്ട്. ഇങ്ങനെ സൺസെറ്റായി തുടങ്ങിയപ്പോൾ ഈ ഒരു സ്കൈയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ആസ്വദിച്ച ശേഷം പിന്നെ മെല്ലെ കുറച്ച് ഫോട്ടോസ് വീണ്ടും എടുത്തു തുടങ്ങി കേട്ടോ. അധികം ഇരുടാവുന്നതിന് മുന്നേ കുറച്ചുകൂടി ഫോട്ടോസ് എടുത്തു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കട്ട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ റോക്ക് ഇവിടുന്ന് കാണുമ്പോൾ കുറച്ച് ഡ്രാഗൻ്റെ ചായയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു പേര് വന്നെന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തോ ആവട്ടെ, ഞങ്ങൾ അവിടുന്ന് ഒരു 5:15 ആയപ്പോൾ മെല്ലെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ 4:45 സൺസെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുടും ആവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ കാണിച്ചു തന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് സീ യു. അയ്യോ, പറയാൻ വിട്ടു. അപ്പം ഞങ്ങളെടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ കാണണ്ടേ, അതൊക്കെ കണ്ട ശേഷം അടുത്ത ഈ വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.